ഹാപ്പിലി ഡിവോഴ്സ്ഡ്, ഹോട്ട് 40s. ഈ 2 ടൈറ്റിൽസ് മതി ഇന്നത്തെ നമ്മുടെ അതിഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്കിലൊന്ന് പറഞ്ഞോട്ടെ. പ്രവാസ ലോകത്തെ സ്ത്രീപക്ഷ എഴുത്തുകാരിൽ വ്യത്യസ്തമായ ഒരു ശബ്ദം. തൻ്റെ വരികളിലൂടെ സ്ത്രീകളുടെ കാഴ്ചപ്പാട്, പ്രതിഷേധം, അതിജീവനം ഇതിനെല്ലാം വളരെ സ്ട്രോങ് ആയി, ബോൾഡായി അടയാളപ്പെടുത്തുന്ന ഒരു എഴുത്തുകാരി. മറ്റാരുമല്ല, നിഷ രത്നമ്മ ഇന്നത്തെ നമ്മുടെ അതിഥി. നിഷ, വെൽക്കം. Thank you so much. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. ഞാൻ പറഞ്ഞതുപോലെ ഹാപ്പിലി ഡിവോഴ്സ്ഡ്, ഹോട്ട് 40s, ഇത് രണ്ടും മതി നിഷയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി. ലെറ്റ്സ് ബിഗിൻ വിത്ത് ഹോട്ട് 40s, കാരണം അതാണല്ലോ ലേറ്റസ്റ്റ് അല്ലേ. ഹോട്ട് 40s കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ല, ഐ എം സോ സോറി, ബട്ട് ദെൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ മിഡ് ലൈഫ് ക്രൈസിസ് അല്ലേ. സ്ത്രീകൾ കടന്നു പോകുന്നു എന്ന് അവകാശപ്പെടുന്ന അതിന് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അതിലേക്ക് വന്ന ഒരു തോട്ട് പ്രോസസ് എന്താണ് എന്ന് പറയുമോ? ആക്ച്വലി 2 റീസൺസ് കൊണ്ടാണ് ഞാൻ വിഷയം ആഗ്രഹിക്കുന്നത്. അതായത് ഫസ്റ്റ് വൺ ഇസ് പ്യൂർലി ഹെസിറ്റേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ കടന്നു പോകുന്നു, സപ്പോർട്ട് ഇല്ലാത്ത, നോളജ് ഇല്ലാത്ത, നമ്മളൊരു ഐഡിയയും ഇല്ലാത്ത ഒരു ഫേസിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫോർ മീ ഇഗ്നോറൻസ് ഇസ് നോട്ട് ബ്ലിസ്. അപ്പോൾ സോ ഐ റിഫ്യൂസ് ടു ബി ഇഗ്നോറൻറ്റ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് ബേസിക്കലി എന്താണ് സംഭവിക്കുക, ഐ എം എ വുമൻ ഇൻ മൈ 40s, സോ ഐ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ. ഡിസിപ്ലിൻ ഹെർച്ചിലേക്ക് എല്ലാം അങ്ങനെ പോസിലേക്ക് പോകുന്നു. എനിക്ക് എന്താണ് സംഭവിക്കാൻ തോന്നുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു റിസർച്ചിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത് പ്രോബ്ലം. രണ്ടാമത്തേത് ഒരു പ്യോർലി ജെൻഡർ പെർസ്പെക്റ്റീവ് എനിക്ക് കാണുക. അതായത് നമുക്കറിയാം, സ്ത്രീകൾ ഉണ്ടായ കാലം മുതൽ, മനുഷ്യരുണ്ടായ കാലം മുതൽ ആർത്തവവിരാമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പീരിയഡ്സിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മെനോപോസ്, which is total silence. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതിനൊക്കെ ഒരു പെട്രിയാർക്കൽ പെർസ്പെക്റ്റീവിൽ കൂടെ ഞാൻ കാണാറുണ്ട്. പിബിയോട്ടി അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അമ്മയാവാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു സെലിബ്രേഷൻ നമുക്ക് അക്രോസ് ദി വേൾഡ് കാണാൻ പറ്റും. പക്ഷെ അമ്മയാവാൻ അല്ലെങ്കിൽ ആ കഴിവ് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജാണ് മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് there is no silence, അല്ല there is actually silence, no support, ഒന്നുമില്ല. അപ്പം there is a whole lot of life even after that menopause. നമ്മുടെ ഫെർട്ടിലിറ്റി മാത്രമേ നശിക്കുന്നുള്ളൂ, നമ്മുടെ ലൈഫ് അവിടെ ബാക്കിയുണ്ട്, പിന്നെയും വർത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സൈലൻസിൻ്റെ ആവശ്യമില്ല. വി നീഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്, വി നീഡ് ടു ഗെറ്റ് ദ സപ്പോർട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് കൗൺസിലിംഗ്, വാട്ട് എവർ. നമുക്ക് we have a right, and if you're not talking about it, it's an injustice. നമ്മൾ ഇത്രയും കാലം ഇത്രയും തലമുറകൾ കടന്നുപോയ മനുഷ്യരോട് ചെയ്യുന്ന ഒരു വലിയൊരു ഇൻജസ്റ്റിസ് ആണ് ഈ വിഷയം സംസാരിക്കാതിരുന്നത് എന്ന് കൂടെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് 2 റീസൺസ്. ഓക്കെ നിഷ, ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞോട്ടെ. നിഷ പറഞ്ഞത് കറക്റ്റാണ്. മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം അധികം സംസാരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ രണ്ടുപേരും ഈ റീജിയനിൽ ജീവിക്കുന്നവരാണ്. when I'm talking this region, we are speaking of the GCC and the larger Middle East. ഫോർച്ചുനേറ്റ്ലി ഒരുപാട് ബഹ്റൈൻ പോലുള്ള ഒരു ചെറിയ രാജ്യത്തിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഐ അഗ്രി വിത്ത് യു. പോസ്റ്റ് മെനോപോസ് ദർ ഇസ് ലൈഫ് ആൻഡ് ദാറ്റ് ഇസ് റൈറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ് ഫോർ ഹോട്ട് 40s. അത് എല്ലാവരും വായിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ആൻഡ് യു ജസ്റ്റ് ടച്ച്ഡ് അപ്പോൺ ദ പേട്രിയാർക്കി തിങ്. ഡെഫിനറ്റ്ലി എവിടേക്കോ അത് ലിങ്ക്ഡ് ആയി കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. പല മൂവീസും ഒക്കെ വന്നിട്ടുണ്ട് അബൌട്ട് ദിസ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വിമൻ ടേക്ക് ഇറ്റ് ഡിഫറെൻറ്റ്. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ലായിരിക്കും. യു മൈറ്റ് ഗോ ത്രൂ സിവിയർ ഡിപ്രഷൻ റേഞ്ചിങ് ഫ്രം സ്പെക്ട്രം അല്ലേ. അതിനൊക്കെ ഒരു മോറൽ സപ്പോർട്ട് ഏത് രീതിയിലാണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ആൻഡ് എഡ്യൂക്കേഷൻ, ഗുഡ് ജോബ്, വെൽ ഡൺ. ഹാപ്പിലി ഡിവോഴ്സ്ഡ്, ഞാനത് ആ പുസ്തകം ഒരുപാട് ഡിസ്കസ്ഡ് ആണ്, ഡിബേറ്റഡ് ആണ് എല്ലാം. യു മസ്റ്റ് ഹവ് ഫേസ്ഡ് ഓൾ സോർട്ട് ഓഫ് റോസസ്, ബ്രിക്സ് ആൻഡ് ബാക്സ് അല്ലേ. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ മനസ്സ് പോകുന്നത് ഹാപ്പിലി ഡിവോഴ്സ് എന്നുള്ളൊരു സീരീസിലേക്കാണ്. ഒരു നെയിം സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പം എല്ലാം ഇന്റർനെറ്റ് യുഗമാണല്ലോ. ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് എഴുതി കാണിച്ച് ആദ്യം സീരീസാണ് വരുന്നത്. പിന്നെ ബൈ നിഷ രത്നമ്മ എന്ന് ചോദിക്കുമ്പോഴേ അത് വരുന്നുള്ളൂ. ഈ നെയിമിൽ എന്തെങ്കിലും സിമിലാരിറ്റി വരാൻ എന്തെങ്കിലും കോയിൻസിഡൻസ് ഉണ്ടോ? ഇല്ല. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ടോപ്പിക് എനിക്ക് ആദ്യം ഡോക്യുമെന്ററി ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോഴും എനിക്കൊരു ടൈറ്റിൽ വേണമായിരുന്നു. ഒരു ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ ഞാൻ സെർച്ച് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വരുന്നില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ അത് എൻ്റെ ലൈഫുമായിട്ടാണ് കണക്ട് ചെയ്തത്.
സി ഐ എം ഹാപ്പി ആഫ്റ്റർ മൈ ഡിവോഴ്സ്. അപ്പോഴങ്ങനെയാണ് വന്നത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സീരീസ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു പറയാം. അപ്പോൾ ഹാപ്പി ഡിവോഴ്സ് അതൊരു നമ്മളുടെ കേരളത്തിലല്ല അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസെപ്റ്റിലല്ലാതെ മറ്റൊരിടത്ത് അത് അക്സെപ്റ്റബിൾ ആണ്, അത് ഫെമിലിയർ ആണ്. ബട്ട് ഇറ്റ് ഇസ് എ ന്യൂ തിങ് ഇൻ കേരള, ഇന്ത്യ, നമ്മുടെ സമൂഹത്തിലേക്ക് തോന്നി. അല്ലാണ്ട് ഞാൻ അത് കണ്ടിട്ട് എടുത്തു എന്ന് തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്, കാരണം എങ്ങും നിഷ അതിനെ പറ്റി സംസാരിച്ച് കേട്ടില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നി ലൈക്ക് യുനോ justice is not meted out to your book because there exists another title already, you know. So yeah, that was well explained. Coming to Happily Divorced, അതില് ആണ് നിഷ ഫെമിനിസ്റ്റ് എന്നൊരു ബ്രാൻഡ് നെയിം സ്വന്തമാക്കിയത്. നാട്ടിൽ ഈ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസം എനിക്കൊരു ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷനും ബിലീഫുമാണ്. എന്നെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നവരുണ്ട്, ഫീമെയിൽ അഡ്വക്കേറ്റ് എന്ന് വിളിക്കുന്നവരുണ്ട്. ബട്ട് ഐ ഓൾവേസ് ബിലീവ് ഐ എം ആൻ അഡ്വക്കേറ്റ് ഫോർ ഹ്യൂമൻ man or woman. What is your definition of feminism endana? What is your take on that? And do you think that you've been branded as a feminist by this book? Not just this. ഞാനൊരു ഈ പുസ്തകം വന്നതുകൊണ്ട് മാത്രമല്ല എന്നെ ഫെമിനിസ്റ്റ് എന്ന് ആൾക്കാർ വിളിക്കുന്നത്. I called myself a feminist even before that. Okay. Because ഞാൻ ടെഹൽക്കിയിൽ ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റ് ആണ്. അപ്പം മൈ റൈറ്റിംഗ്സ് മോസ്റ്റ്ലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് കൂടുതൽ വേണ്ട സ്റ്റോറീസ് ആണ്. ഞാൻ ടെഹൽക്കിയിൽ തമിഴ്നാട് കറസ്പോണ്ടന്റ് ആയിരുന്നു. അപ്പോൾ വി ഹാഡ് ദ ഫ്രീഡം ടു ചൂസ് അവർ സ്റ്റോറീസ്. അപ്പം നമുക്ക് അറിയാമല്ലോ, ചേച്ചിക്ക് അറിയാമല്ലോ, നമുക്ക് അപ്പോൾ എന്ത് സ്റ്റോറീസ് വേണം എന്നുള്ളത് നമ്മളുടെ ഡിസിഷനാണ്. അപ്പം മോസ്റ്റ്ലി എൻ്റെത് കാസ്റ്റ്, വിമൻ, അങ്ങനെയുള്ള അണ്ടർ പ്രിവിലേജ് സ്റ്റോറീസ് ആണ്. ഞാൻ തമിഴ്നാട്ടിലും കാസ്റ്റൊക്കെ അറിയാമല്ലോ, ഭയങ്കര ഇപ്പോഴും അവിടെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത്തരത്തിലുള്ള സ്റ്റോറീസിലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ ഞാൻ എൻ്റെ 20s തന്നെ നമ്മളുടെ നാട്ടിലെ ഫെമിനിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അധികം ആരും ഉപയോഗിക്കാതിരുന്ന ഒരു കാലത്ത് തന്നെ ഐ identified myself as a feminist thanks to my teachers who taught me in college. MA literature class ഈ feminism എന്ന് പറയുന്ന തിയറി പഠിക്കുമ്പോൾ തന്നെ because എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്ന women literature and the teachers who taught me, എനിക്ക് ഇപ്പോഴും ഭയങ്കര അഡ്മിറേഷൻ ഉണ്ട്. കാരണം ഞാൻ അതുവരെ എൻ്റെ മനസ്സിലുള്ള ഫെമിനിസം എന്ന് പറയുന്നത് നമ്മളുടെ പെട്രിയാർക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ച് വന്നിരുന്ന സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് ആണുങ്ങളെ അനുസരിക്കാതെ ബാറുകളിലും ക്ലബുകളിലും നടക്കുന്ന ഒരു എക്സാക്ട്ലി ആ ഒരു വികൃതമായ ഒരു പോർട്രേൽ ഓഫ് ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർട്രേലാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. പിന്നീട് ഞാൻ ഈ ടീച്ചേഴ്സാണ് എന്നെ ഇതൊന്നും അങ്ങനെയല്ല എന്നുള്ളൊരു കംപ്ലീറ്റ് ടോട്ടൽ ചേഞ്ച് ഉണ്ടാക്കി തന്നത് ലൈഫിൽ. കാരണം അവർ വെൽ എഡ്യൂക്കേറ്റഡ്, അവർക്ക് എന്താ പറയുക വെരി ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ മടിക്കാത്ത ടീച്ചേഴ്സിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഇതാണ് ഫെമിനിസം, ഈവൻ ഐ വാണ്ട് ടു ബി ഫെമിനിസ്റ്റ്. സോ അങ്ങനെയാണ് ആ ഒരു സംഭവം വന്നത്. അല്ലാതെ ഈ പുസ്തകം വന്നതുകൊണ്ട് ഞാൻ വന്നതല്ല. മേ ബി മൈ 20s സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് കൂടുതൽ ഞാൻ ഐ കോൾ മൈസെൽഫ് ഫെമിനിസ്റ്റ്. നിഷ വളരെ ക്ലാരിറ്റിയോടെ എക്സ്പ്ലെയിൻ ചെയ്തു ഫെമിനിസം. ഐ തിങ്ക് ഒരുപാട് സ്ത്രീകൾ whoever is listening to us അവർ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം ഫെമിനിസത്തിന് ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സിസ്റ്റം, അതല്ല ഫെമിനിസം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന്. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ റൈറ്റിംഗ് കരിയർ. കീപ് റൈറ്റിംഗ് ബോൾഡ് ആൻഡ് സ്ട്രോങ്. നമുക്ക് അടുത്തൊരു ദ സെക്കൻഡ് ഓർ ദി ഫസ്റ്റ് ഹാറ്റ് ദാറ്റ് യു വർ വെയറിങ് അതിലേക്ക് വരാം. ദോ യു ടച്ച്ഡ് അപ്പോൺ ഇറ്റ്, ഹെൽത്തിൽ വർക്ക് ചെയ്തിരുന്നു, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു അല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കാസ്റ്റ്, വിമൻ, സൈലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി, നിശബ്ദരാക്കപ്പെട്ട ഒരു കൂട്ടം. അതാണല്ലോ ഒരു ജേർണലിസ്റ്റ് ഇസ് ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്നാണല്ലോ പറയാം. ദ റീസെൻറ്റ് ഇൻറ്ററാക്ഷൻ വിത്ത് ദി ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുഷ്താഖ്, she also she shed light on the aspect connecting the two, patriarchy and the marginalized lot, especially women, and writing or reporting or as a journalist. What is your take? How could you use that hat of yours or that tool of yours to bring out certain issues that are persisting in the society? എനിക്ക് തോന്നി സ്ത്രീകളുടെ വിഷയങ്ങൾ നമ്മൾ ഇപ്പോൾ വളരെ അടുത്ത് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അത് ഏത് വിഷയങ്ങളെടുത്തും എൻ്റെ ബുക്കിലാണ് ഡിവോഴ്സ്, സ്ത്രീകളെ സംബന്ധിച്ച് ഡിവോഴ്സ് ഒരു ട്രാജഡി ആവുന്നതാണ് നമ്മൾ സമൂഹം പറഞ്ഞു ചുറ്റോണോ.
അല്ലെങ്കിൽ മെനോപോസിനെ കുറിച്ച്, ഇതൊക്കെ സ്ത്രീകളുമായിട്ട് അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. കുറച്ചെങ്കിലും ഈ ഫെമിനിസത്തെ കുറിച്ചുള്ള അവബോധം മനുഷ്യരിൽ ഉണ്ടായതിന് ശേഷം മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ. അപ്പം റേപ്പ് കേസ് എത്രയോ കാലമായിട്ട് റേപ്പ് യൂസ്ഡ് എസ് എ വെപ്പൻ, അല്ലേ, പെട്രിയാർക്കി ഉപയോഗിക്കുന്ന ഒരു വെപ്പനാണ് റേപ്പ്. പക്ഷെ സൈലൻസ് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള റേപ്പ് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. കേസുകൾ FIR ഇടുന്നത് കുറവായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികൾ, റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികൾ തുറന്ന് പറയുന്നത് കുറവായിരുന്നു. പക്ഷെ അത്തരം വിഷയങ്ങളെല്ലാം പതുക്കെ മാറി വരികയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ ഫീൽഡിലുള്ള പോലെ ജേർണലിസം ഫീൽഡിലും ഒരു മൊണോപ്പോളി ഉണ്ടായിരുന്നത് പുരുഷന്മാർക്കായിരുന്നു. അപ്പോൾ അത്തരം ഒരു മൊണോപ്പോളിയിൽ നിന്ന് കുറച്ച് മാറി സ്ത്രീകൾ ഈ ഫീൽഡിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ പോലുള്ള സ്ത്രീകൾ നമ്മളുടെ വിഷയങ്ങൾ ഐഡന്റിഫൈ റിലേറ്റ് ചെയ്യാൻ പറ്റി. അവർ കൂടുതൽ റിപ്പോർട്ട് ചെയ്തു. ഇത്തരം ഫെമിനിസം പോലെയുള്ള കോൺസെപ്റ്റ്സ് നമ്മളിലേക്ക് ആഴത്തിലിറങ്ങി. ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ, ഇതുപോലെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോം, സോഷ്യൽസ് ഒക്കെ നമ്മളെ കുറച്ചും കൂടെ എംപവേർഡ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പബ്ലിക്കിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു റെസ്പോൺസ് ഉണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഭംഗിയായി ചെയ്യുന്നു. ഇറ്റ്സ് കോംപ്ലിമെന്റിംഗ്. വെരി വെൽ സെഡ്. ഒരു ചോദ്യം അതിനോട് ചേർത്ത് ചോദിച്ചോട്ടെ. ഇത് മിസ് ബാനു മുസ്താഖിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നൊരു ചോദ്യമാണ്, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇത്രയൊക്കെ എഴുത്തുകൾ ഉണ്ടായിട്ടും, ഇത്രയൊക്കെ വോയിസ് അവിടെ ഉണ്ടായിട്ടും, ഡു യു തിങ്ക് justice is being meted out to women? ചേഞ്ചസ് വരുന്നുണ്ടോ ഈ patriarchal സിസ്റ്റത്തിൽ? വാട്ട് ഈസ് യുവർ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഐ എം വെരി ഹോപ്പ്ഫുൾ. കാരണം നമ്മൾ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഇങ്ങോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ അമ്മയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ മെനോപോസിൻ്റെ വിഷയമാണെങ്കിൽ പോലും ഞാൻ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടും അതിന് മുൻപേ കടന്നുപോയ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ്. അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മേ ബി എനിക്ക് തോന്നുന്നത് ഈ ഒരു മെനോപോസിനെ കുറിച്ചുള്ള ഹോട്ട് 40s എന്ന് പറയുന്നത് ഇത്രയും ഇൻഡെപ്തിൽ പോകുന്നൊരു ബുക്ക് ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാറ്റമല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ രീതിയിലും അത്തരത്തിലുള്ള ഇപ്പൊ ഡിവോഴ്സിനെ കുറിച്ച് എൻ്റെ ഒന്നും പഴയ തലമുറ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സ്പേസ് പോലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ സോ മെനി വിമൻ ആർ എന്ന് പുറത്തു വരുന്നു. വിമൻ ആർ നോട്ട് റെഡി ടു ഗെറ്റ് മാരീഡ്. അത് വലിയൊരു ചേഞ്ച് അല്ലേ. അപ്പൊ ഇതൊക്കെ ഫെമിനിസത്തിന്റെ ഇത്രയും നമ്മള് കാലങ്ങളായിട്ട് സ്ത്രീകളെ എംപവർ ചെയ്തതിന്റെ റിസൾട്ട് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുരുഷന്മാരും ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പെട്രിയാർക്കി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് മെൻ, ഇറ്റ്സ് അഗെയിൻസ്റ്റ് സിസ്റ്റം. ആ സിസ്റ്റത്തിൽ പുരുഷന്മാരും എത്രയോ വിക്ടിം ആണ്, അല്ലെങ്കിൽ അവരും വിക്ടിമൈസ്ഡ് ആണ്. അപ്പൊ അതിനെ മനസ്സിലാക്കി ഒരു ജെൻഡർ ഇക്വൽ സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് രണ്ടുപേരും ചേർന്ന്, അല്ലെങ്കിൽ എല്ലാ ജെൻഡറുകളും ചേർന്ന് അതിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഭയങ്കര എക്സൈറ്റ് ഉണ്ടാവുന്നത്. ഇവിടെ എനിക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പീച്ച് നമ്മുടെ ചിമന്ത അഡിച്ചിയുടെ ഒരു സ്പീച്ച് ഉണ്ട്. We should all be feminists. That is what I always tell people. We should all be feminists. കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു യൂട്ടോപ്പിയൻ സ്വപ്നമായിരിക്കാം. Some utopian dreams is what take us closer to our beautiful destination. I agree with you. പക്ഷെ അവിടെ ഇടയ്ക്ക് പറഞ്ഞതിൽ മേ ബി ലോകം കോൺട്രവേഴ്സി ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സ്ത്രീകൾ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ സെക്കൻഡ് തോട്ട്സ് ഉണ്ട് എന്നുള്ളത്. ഞാൻ കാണുന്നുണ്ട് യങ്ങർ ജനറേഷൻ ഇപ്പോൾ വളരെ ആലോചിച്ച് അവർക്കൊരു ഡിസിഷൻ എടുക്കുന്ന. നിഷ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ക്രിറ്റിസിസവും അതാണ്. ഐ യു എൻകറേജിങ് വിമൻ നോട്ട് ടു ഗെറ്റ് മാരിഡ്? ഐ യു എൻകറേജിങ് വിമൻ ടു ഗെറ്റ് ഡിവോഴ്സ്ഡ്? ഈ രണ്ട് ചോദ്യങ്ങൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട് നിഷയ്ക്ക് നേരെ വരുന്നത്. ഇത് രണ്ടും അല്ല, ഞാനിത് രണ്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിന് രണ്ടിനും എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഞാൻ മാരേജിന് അഗെയിൻസ്റ്റ് അല്ല, ഞാൻ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരാളും ആർക്കു വേണ്ടിയും, സമൂഹത്തിന് വേണ്ടിയും, കുടുംബത്തിന് വേണ്ടിയും, കുട്ടികൾക്ക് വേണ്ടിയും ഭരിച്ചു തൂങ്ങിക്കിടന്ന് ജീവിതം നരകമാക്കരുത്. ഈ നരകമാക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് മാത്രമല്ല, എല്ലാവരും കുടുംബം മൊത്തം പ്രോബ്ലമാണ്, കുട്ടികളുടെ ജീവിതം പ്രശ്നമാണ്, സൊസൈറ്റി പ്രശ്നത്തിലാണ്. അവരോട് തന്നെ അവർ ചെയ്യുന്ന ഒരു വലിയ വിജയം. നമുക്ക് എല്ലാം ഒറ്റൊരു ലൈഫേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കുക. അങ്ങനെ വരുന്ന ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ഓപ്റ്റ് ചെയ്യുക, സമാധാനമായിട്ട് ജീവിക്കുക. ഡിവോഴ്സ് എല്ലാവരും ഡിവോഴ്സ് ചെയ്യണമെന്നല്ല. ഇപ്പോൾ എനിക്കൊരു ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്.
അത് കൂടാതെ ഞാൻ PIR വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഹാപ്പിലി സെറ്റിൽഡ് ഇൻ ദ UAE അല്ലേ? ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ എഴുതി വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. എഴുതുന്ന ചില ബുക്കുകൾ ലൈക്ക് ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് പോലുള്ളതൊക്കെയാണ് മേക്സ് ഇറ്റ് ടു എ ഗ്ലോബൽ സ്റ്റേജ് അല്ലേ? പലപ്പോഴും എഴുതി വെക്കുന്ന വാക്കുകൾ വായിക്കുന്നവരിലേക്ക് ചുരുങ്ങി പോവുകയാണ്. വായനക്കാർ അല്ലെങ്കിൽ പുസ്തക പ്രേമികളിലേക്ക് ചുരുങ്ങി പോകുന്നു. പക്ഷേ ദ ടോപ്പിക്സ് ദറ്റ് യു റൈറ്റ്, അതിനൊരു ലാർജർ സ്റ്റേജ് വേണം. അത് അപ്പോഴാണ് അതിൻ്റെ പർപ്പസ് മീറ്റ് ഔട്ട് ചെയ്യുന്നത്. ഐ എം ഷുവർ യു അഗ്രി വിത്ത് മീ. അങ്ങനെയുള്ളിടത്താണ് ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം ഈ സീസണാണ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീസൺ ഓഫ് ലിറ്റററി ഫെസ്റ്റിവൽസ് അല്ലെ? ഷാർജ ഫെസ്റ്റിവൽ കഴിഞ്ഞു, BKSDC ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ, ദാറ്റ്സ് വൈ യു ആർ ഹിയർ ഫോർ. ഈ ബുക്ക് ഫെസ്റ്റിവലുകളുടെ ഇനിയിപ്പോൾ സൗദി വരുന്നു, പിന്നെ കേരള വരുന്നു, ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് കുറഞ്ഞു വരുന്നു തോന്നുന്നുണ്ടോ? അതോ അതിൻ്റെ പ്രാധാന്യം അതുകൂടെ പറഞ്ഞ് നമുക്ക് സാധിക്കും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് വായന മരിക്കുന്നത്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിട്ടുള്ളത്. ഐ അഗ്രി വിത്ത് യു. അങ്ങനെ വായന മരിക്കുന്നെന്ന് തോന്നുന്നില്ല. കാരണം എത്രയോ കാലങ്ങളായിട്ട് മനുഷ്യർ വായിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആസ് എ റൈറ്റർ, വൺസ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു ക്രോണിക്കിൾ ദ ടൈംസ് ദാറ്റ് വി ലിവ് ഇൻ അല്ലേ? അതുകൊണ്ട് എഴുത്തും വായനയൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് ഡിജിറ്റൽ എറയിൽ നമ്മൾ വായിക്കുന്നത് കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ നല്ല പുസ്തകങ്ങൾക്ക്, ക്വാളിറ്റി ഉള്ള എഴുത്തുകൾക്ക്, റെലവൻസ് ഉള്ള എഴുത്തുകൾക്ക് എപ്പോഴും വായനക്കാരും ഉണ്ടാവുമെന്നാണ് നമ്മളുടെ ഈ റീസെൻ്റ് ആയിട്ട് ബുക്ക് ഫെസ്റ്റിവലും അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ഒക്കെ നമുക്ക് തെളിയിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുത്തെന്ന് പറയുന്ന എല്ലാ കാലത്തും ചവറും നല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. വി കോൾ സർട്ടൻ ബുക്സ് ക്ലാസിക്സ്. ഇല്ലേ? അത് നമ്മളിപ്പോൾ ഞാനിപ്പം എൻ്റെ മോനോട് ചെറുപ്പത്തിലേ തന്നെ പറയണം, മോനെ ആ ബുക്ക് വായിക്കണം, ഈ ബുക്ക് വായിക്കണം. സം സർട്ടൻ ബുക്സ് ഐ സെലക്ട് ആൻഡ് ടെൽ ഹിം ടു റീഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഒരു വായിക്കുന്ന അല്ലെങ്കിൽ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന, സാഹിത്യം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ഐ ബിലീവ് one should read those books. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള എഴുത്ത് എല്ലാ കാലത്തും ഉണ്ടാവുകയും അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള വായനക്കാരുണ്ടാവുകയും ചെയ്യുന്നതാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുസ്തകം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെയൊന്നും റെലവൻസ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം നമുക്കറിയാം, ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യല്ല, ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ്, ഇപ്പോൾ ചേതൻ ഭാഗത്തെ എഴുത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ടായി. കാരണം അതുവരെ വായിക്കാതെ അല്ലെങ്കിൽ വായനയിൽ നിന്നൊക്കെ മാറി നടന്നിരുന്ന ഒരു യങ് ജനറേഷനെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അയാളുടെ ഒരു പൾപ്പ് ഫിക്ഷൻ കൈൻഡ് ഓഫ് റൈറ്റിങ്ങിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ ഒരിക്കലും ഒരു ക്ലാസിക് റൈറ്ററായിട്ട് ലോകം കാലം അടയാളപ്പെടുത്തുന്ന എനിക്ക് തോന്നുന്നില്ല. അയാളുടെ ബുക്സ് അവിടെ ഉണ്ടാവും, അത് സിനിമയായിട്ടുണ്ടാവാം, പക്ഷേ അല്ല. അപ്പൊ അല്ലെങ്കിലും ജെൻസിയും മിലേനിയൽസും ആണല്ലോ ഇപ്പൊ ടാർഗറ്റ്. അവർക്ക് വേണ്ടി കേറ്റർ ചെയ്യുന്ന രാം കെയർ ഓഫ് ആനന്ദി അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ബുക്കുകൾ അവിടെ ഉണ്ടാവും. ഒരു പറ്റും ആൾക്കാർ വായിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിനൊന്നും ക്ലാസിക് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തി ടൈംലെസ് ആയിട്ട് വായിക്കപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. BKSDC ഫെസ്റ്റിവലിനെ കുറിച്ച് കമന്റ്. It was a beautiful festival. How did you find the Bahrain crowd? ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. എൻ്റെ പ്രോഗ്രാം നടന്ന ദിവസം ഒരുപാട് ഈവൻറ്റ്സ് നടന്നുകൊണ്ട് വലിയൊരു ക്രൗഡൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായിരുന്ന ക്രൗഡ് വളരെ ഗംഭീരമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും നമുക്ക് തന്നെ സന്തോഷം വരുമല്ലോ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ. അത്തരത്തിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത്രയും ചെറിയൊരു സ്പേസിൽ ഇത്രയധികം ആളുകൾ ഇത്രയും എൻതൂസിയാസ്റ്റിക് ആയിട്ട് പുസ്തകത്തിനെ കുറിച്ചും, ഈ ലൈബ്രറി തന്നെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ ഞാൻ വന്നപ്പം അതിനോട് കുറേ പുസ്തകങ്ങൾ കാണിച്ചിരുന്നു. 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ്. പിന്നെ ഇവിടെ കുറച്ചും കൂടെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ വരുന്ന നല്ല ബന്ധമാണ്. അതെ, ക്ലോസ് നീറ്റ് ആയിട്ടുള്ള അത് ഈ രാജ്യത്തിന്റെ ഒരു ചാമാണ്. ബഹ്റൈനിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിയാണ്. സ്മോൾ ആയതുകൊണ്ടായിരിക്കാം. ഓഫ് കോഴ്സ് ദ റൂളേഴ്സ്, ദ ലീഡേഴ്സ്, അവരുടെ ബെനവലൻസും അവരുടെ ആ ഒരു the fabric is that, you know, coexistence. അതെല്ലാം ഈ ഫെസ്റ്റിവലിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. So I'm happy to be here. നിഷ, all the very best. ഇനിയും ഇങ്ങനെയുള്ള ടോപ്പിക്സും നല്ല എഴുത്തുമായി മുന്നോട്ട് വരിക. വെയിറ്റിംഗ് ടു റീഡ്. Thank you so much. My pleasure. ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ കോൺവെർസേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ടു ബി ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്, അതാണ് ജേർണലിസ്റ്റ് പറയുക. അത് നിഷയുടെ റൈറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ടോപ്പിക്സിലും ക്ലാരിറ്റി. ഐ റിയലി അഡ്മയർഡ് ദിസ് കോൺവെർസേഷൻ ആൻഡ് അഡ്മയർഡ് ദ പേഴ്സൺ. നിഷ രത്നമ്മ ഇന്നത്തെ നമ്മുടെ അതിഥി.